ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനും അമ്മയും കൂടി ഇന്നൊരു ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, കൈൻഡ് ഓഫ് ട്രിപ്പ്. നമ്മൾ കൊച്ചി ടു അബുദാബി ആൻഡ് അബുദാബി ടു ദുബായ് ആണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അബുദാബി പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദുബായ്ക്ക് ഈ ക്രിസ്മസ് ടൈമിൽ ഒടുക്കത്തെ ടിക്കറ്റ് ചാർജാണ്. ഞങ്ങൾ നോക്കിയപ്പോൾ അബുദാബിക്ക് ഭയങ്കര ചീപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അബുദാബി എടുത്തത്. എൻ്റെ അവിടെ നിന്ന് നമ്മളൊരു കസിൻ നമ്മളെ കൊണ്ടുവരാൻ വരും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ആരും കെയിനില്ലെങ്കിൽ തന്നെ അബുദാബിയിൽ നിന്ന് ദുബായിക്ക് നമുക്ക് ബസ് പിടിച്ച് പോകാം. ഇത് 4:10 ഞങ്ങളിവിടെ ഒരു 12:30 ആയപ്പോൾ തന്നെ എത്തി. ഞങ്ങളെ ചെക്കിങ് ഇമിഗ്രേഷനും ഒക്കെ 2 മണിയാവണതിന് മുമ്പേ കഴിഞ്ഞു. ഇപ്പം നമ്മൾ പട്ടി പോസ്റ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു മേലെ മറ്റേ ഫുഡ് കോർട്ടിലൊക്കെ ചെന്ന് എന്തെങ്കിലും തിന്നാനുണ്ടോ എന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പം അമ്മ അവിടെ ഇരിക്കുകയാണ് ഗേറ്റിൻ്റെ അവിടെ. അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്നറിയാൻ വേണ്ടി പോവാം. കാരണം കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ വിശപ്പായി. അങ്ങനെ ഫുഡ് കോർട്ടിൽ ചെന്ന് അവിടുത്തെ ഓരോ കടകളുടെ പേര് മാത്രം വായിച്ച് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പോന്നു. ഒരു ബോബാട്ടി കുടിക്കാനായിരുന്നു ഞാൻ പോയത്. പക്ഷെ അവിടെ ബോബാട്ടി ഒന്നുമില്ല, വേറെ പല സാധനങ്ങളുണ്ട്. പക്ഷെ എനിക്ക് ബോബാട്ടിയാണ് വേണ്ടിയിരുന്നത്. അതുകൊണ്ട് ഞാൻ സാധാരണ പച്ചവെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സംഭവം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അല്ല ഇപ്പോഴും ഉണ്ട്. പക്ഷേ എയർപോർട്ടിൽ ഫുഡിൻ്റെ വില കാണുമ്പോഴേക്ക് തോന്നും കുറച്ച് നേരം വിശപ്പ് സഹിക്കാമെന്ന്. എന്താ അല്ലേ, വേണമെങ്കിൽ വാങ്ങാം കേട്ടോ. അപ്പം നമുക്കിനി അമ്മയുടെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം അമ്മേനെ ശല്യം ചെയ്യാം. അമ്മനെ നോക്കിയപ്പോൾ അമ്മ അത് എവിടെ ഉറക്കം. അമ്മ പിന്നെ എവിടെയാണെങ്കിലും ജസ്റ്റ് ഒന്ന് കണ്ണടച്ചാൽ മതി, അപ്പം ഉറങ്ങും. സ്വിച്ച് ഇട്ട പോലെ ഉറങ്ങും അമ്മ. ഞാനൊക്കെ ആണെങ്കിൽ ഒരു 100-ൽ 1 വരെ എണ്ണയാലും ഉറങ്ങില്ല. പക്ഷെ അമ്മ അങ്ങനെയല്ല, എവിടെയായാലും നിന്നിട്ട് വേണമെങ്കിലും ചിലപ്പോൾ അമ്മ ഉറങ്ങും. ലാസ്റ്റായപ്പോൾ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടുത്തെ ഏറ്റവും വില കുറവുള്ള ഒരു കുക്കിയും പിന്നെ ഒരു ജ്യൂസും നമ്മൾ കഴിച്ചു കേട്ടോ. ജസ്റ്റ് ആ വിശപ്പിനൊരു കുറച്ചെങ്കിലും ശമനം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത് കോമഡി ആയിരുന്നു. നമ്മൾ ഇത്തിഹാദാണ് ബുക്ക് ചെയ്തത്. പക്ഷേ അതിൻ്റെ അടിയിൽ എഴുതിയിരുന്നു കേട്ടോ, ഓപ്പറേറ്റഡ് ബൈ ആകാശാണ്. ഞങ്ങളപ്പോൾ പക്ഷേ ഇത്തിഹാദാന്ന് വിചാരിച്ചിട്ട് വന്നത്, പക്ഷേ ആകാശയുടെ ഫ്ലൈറ്റ് ആയിരുന്നു. പക്ഷേ ഫ്ലൈറ്റൊന്നും കുഴപ്പമുണ്ടായില്ല, നല്ലതായിരുന്നു. ഫുഡൊക്കെ കിട്ടി. ഫുഡ് ഒരു രസമൊന്നും ഉണ്ടായില്ല. സാൻഡ്വിച്ച് ആയിരുന്നു, ഒരു രസം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനൊരു കടിച്ചിട്ട് അവിടെ തന്നെ വെച്ചു. അവസാനം കളയാ ചെയ്തത്. എനിക്ക് തീരെ തിന്നാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആൻഡ് നമ്മൾ അബുദാബി എത്തി ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് അബുദാബിയിലേക്ക് വരുന്നത്. ഞാൻ ദുബായിലേക്ക് പോയിട്ടുണ്ട് ഇതിന് മുമ്പ്, പക്ഷേ അബുദാബിയിലേക്ക് ആദ്യമായിട്ടാണ് പോണത്. ആൻഡ് അബുദാബി എയർപോർട്ടിലത്തെ സീനൊക്കെയാണ് ഈ കാണുന്നത്. നല്ല കിടിലൻ സൂര്യനൊക്കെ കാണാൻ പറ്റിയിട്ടോ നമുക്കിങ്ങനെ ഫ്ലൈറ്റിലുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, വലിയ സൂര്യനായിരുന്നു കേട്ടോ. നമ്മൾ അബുദാബിയിലെത്തി. അങ്ങനെ അബുദാബിയിൽ നിന്ന് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ഉണ്ണിമോൻ ചേട്ടൻ വന്നിരുന്നു. പിന്നെ അവിടെ നമ്മൾ ബൈ റോഡാണ് ദുബായിലേക്ക് പോയത്. അങ്ങനെ നമ്മളുടെ ദുബായിലെത്തിയിട്ടുണ്ട്. ഇനി ഓരോ ദിവസങ്ങളിൽ നമ്മൾ ദുബായിലെ കഥയായിട്ട് വരുന്നതായിരിക്കും. ബൈ. ഇപ്പം ഞങ്ങളൊരു പാർക്കിൽ പോകാൻ പോവാം.